അപ്പൊ അതിന്റെ പ്രചാരണം ഒക്കെ ആയിട്ട് പ്രചാരണത്തിനിടയിൽ ഡാൻസ് ഒക്കെ കണ്ട് നിന്നുപോയാ? നിന്നുപോയി. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ഉഷാറാണ്. അപ്പൊ ഉഷാറായിട്ട് പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഗ്രഹാര വീഥികൾ എവിടെ, വീഥികൾ കാണിക്കുന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അഗ്രഹാര വീഥിയിൽ തന്നെയാണ് നമ്മുടെ നാരായണമൂർത്തി സാറിന്റെ വീട്. അവിടേക്കാണ് നമ്മൾ വന്നത്. അവിടെ നമ്മളൊരു ഡാൻസ് കണ്ടു. 96 വയസ്സുള്ള വോട്ടറാണ് അദ്ദേഹം. ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് നമ്മളോട് പറയുകയും ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു അഗ്രഹാര വീഥിയിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതോടൊപ്പം നമുക്ക് ഇവിടെ ഉള്ളവരൊക്കെ വിശേഷമൊക്കെ ചോദിക്കാം. രഥോത്സവത്തിന് വന്നാണോ? എന്താ പേര്? പേരെന്താ? സുജീന്ദ്ര. ഐസ്ക്രീം ഒക്കെ ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന് കൊടുത്തില്ലേ? അറിയില്ല, പരിചയമില്ല. ആരൊക്കെയോ കാണിച്ചേ? ബഡീസ് എല്ലാരും ഓടി. ബഡിയുടെ പേരെന്താ? ബഡി ശ്രേയസ്. ഉഷാറാക്കോ? ഏത് രഥത്തിന്റെ കൂടെ പോകുന്നേ? മന്ദക്കര ടീമാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന പിള്ളേഴ്സ് എന്ന് പറയുന്നത് മന്ദക്കര ടീമാണ്. തുളസി ഏത് ടീമാ? മന്ദക്കര. തുളസി എനിക്കുള്ള ടീമോടെ സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഞങ്ങളുടെ പ്രധാന ടീം ഇവിടെ ഞങ്ങൾ എന്ന് പറയാനായിട്ട് എവിടെയാണ്? ഏതെങ്കിലും പുത്തൂരെല്ലാം ഒരുങ്ങി കഴിഞ്ഞു. മന്ദക്കരക്കാർ ഇവരെ ഒരുങ്ങിയതുപോലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് കുട്ടിക്കൂട്ടങ്ങളും വലിയ സംഘം. അതായത് നമ്മള് 6 തേരുകളാണ്. ആ ഓരോ തേരും വലിക്കാനായിട്ട് നമ്മുടെ ടീം ഓരോരുത്തരായിട്ട് പോവാണ്. നമ്മുടെ പാലക്കാടിന്റെ ടീമിന്റെ ക്യാപ്റ്റൻ റോഷിപാലാണ്. റോഷിപാൽ, എങ്ങനെയാണ് ടീം സജ്ജീകരിച്ചിരിക്കുന്നത്? ടീമല്ല, ഓരോരുത്തർ ഇഷ്ടപ്പെട്ട ഏത് ദേവനെയാണോ അവർ ഇഷ്ടപ്പെടുന്നത് അവർക്കൊപ്പം പോവാന്നുള്ളതാണ്. ഒരു 10 മിനിറ്റ്. സാനിയയ്ക്ക് ഇഷ്ടം ഗണപതിയാന്ന് തോന്നുന്നു. അതെ സാനിയയ്ക്ക് ഇഷ്ടം ഗണപതി. അപ്പൊ സാനിയോ ഇന്ന് പോകാൻ പോകുന്നത് ഗണപതിക്കൊപ്പമാണ്. അങ്ങനെ ഓരോരോ ദീപക് വലയം അങ്ങ് പിന്നിലെത്തി, ആരാധകരുടെ ഒക്കെ ഒപ്പം പിന്നിലേക്ക് എത്തി. നമുക്കപ്പോൾ ഈ അഗ്രഹാരമൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. കൽപ്പാത്തിയുടെ ഈ വീഥികൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയല്ല. രഥപ്രയാണം തുടങ്ങി കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാവും അല്ലേ? നല്ല തിരക്കാവും. ഫസ്റ്റ് ടൈമാണ് കണ്ണൂർ പഴയങ്ങാടിന്ന് വരുന്നത്. കണ്ണൂരിൽ നിന്ന് വരുവാണ്. പേരെന്താ? പേര് ഷൈജു. അപ്പൊ മൊത്തം ഉത്സവം കളറാക്കിട്ടേ പോവുള്ളൂ? തീർച്ചയായും. ഓക്കെ. എങ്ങനെയുണ്ട് രഥോത്സവമൊക്കെ? അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം വരുവാണ്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എവിടുന്നാ വരുന്നത്? മാവേലിക്കരയിൽ. മാവേലിക്കരയാണ്. നമുക്ക് മാവേലിക്കരയൊക്കെ തൂക്കമൊക്കെ ഉള്ളല്ലേ? രഥോത്സവം ഇല്ല? ഇല്ല. ചെട്ടികുളങ്ങര കുംഭഭരണിയൊക്കെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ. അപ്പൊ ആ ചെട്ടികുളങ്ങര ഭരണി കാണാനുള്ള പാട്ടൊക്കെ പോലെ ഇവിടെ രഥോത്സവത്തിന്റെ പാട്ടൊക്കെ ഇട്ട് നമുക്ക് അങ്ങ് ഉഷാറാക്കാം, അടിപൊളിയാക്കാം. അപ്പൊ നമ്മുടെ കൂടെ കുടിക്കും? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ റിപ്പോർട്ടർ ദേവരഥ സംഗമത്തിന് ധാരാളം ആളുകളുണ്ട്. പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ചെട്ടികുളങ്ങര ഭരണി കാണാൻ ആ പാട്ടുണ്ട്.